നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. നിസ്സാര കാര്യങ്ങളിലുള്ള സ്വരച്ചേർച്ചക്കുറവ് പിന്നീട് വലിയ വാക്കുതർക്കങ്ങളിലും ആക്രമണങ്ങളിലുമാണ് കലാശിക്കുക. ഇനി ഒരാളോടുള്ള പക മനസ്സിൽ കൊണ്ടു നടന്നാൽ ഏത് വിധേനയും അയാളെ നശിപ്പിക്കുക എന്നാണല്ലോ ചിലരുടെ രീതി. അതിനുവേണ്ടി എന്തു ചെയ്യാനും മടിയില്ലാത്ത കൂട്ടരുമുണ്ട്. സ്വന്തമായാലും ബന്ധുവായാലും വേണ്ടില്ല. കേച്ചേരിയിൽ കോഴിക്കട പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. തീ ആളിപ്പടർന്നതിനെ തുടർന്ന് നിരവധി കോഴികൾ ചത്തു. 15,000-ഓളം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. കേച്ചേരി പെരുമണ്ണ് സ്വദേശി കരിമ്പനക്കൽ ചന്ദ്രന്റെ കോഴിക്കടയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ബന്ധുവായ പൊന്നരശ്ശേരി അഖിൽ കത്തിച്ചത്. തീപിടുത്തത്തിൽ കടയിലുണ്ടായിരുന്ന നിരവധി കോഴികൾ ചത്തു. സംഭവത്തിൽ ചന്ദ്രന്റെ ബന്ധു കൂടിയായ കേച്ചേരി സ്വദേശി പൊന്നരാശ്ശേരി വീട്ടിൽ അഖിലിനെ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. വീട്ടുകാരുമായി ഉണ്ടായ തർക്കത്തിൽ ചന്ദ്രൻ ഇടപെട്ടതിനെ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് പുലർച്ചെ 3:30 കോഴിക്കടയിലെത്തിയ അഖിൽ കടയിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. കോഴിയെ ഇറക്കാൻ ലോഡുമായി എത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ കടയ്ക്കുള്ളിൽ തീ ആളിക്കത്തുന്നത് കണ്ടതോടെ ചന്ദ്രനെ വിളിച്ച് വിവരം പറയുകയായിരുന്നു. സ്ഥലത്തെത്തിയ ചന്ദ്രനും മകനും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു. കടയ്ക്കുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് കടയ്ക്ക് തീയിട്ടത് അഖിലാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന ഉപമയാണ് ഇക്കാര്യത്തിന് ചേരുന്നത്. കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടപ്പോൾ അത് മറ്റുള്ളവരുടെ വൈരാഗ്യത്തിന് കാരണമായി. നന്മ വിചാരിച്ചാലും അത് ചിലർക്ക് മനസ്സിലാവില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നവരെ കുറ്റം പറയാനാവില്ല. അല്ലെങ്കിൽ ഇതല്ലേ അവസ്ഥ? തിരക്കൊഴിഞ്ഞ് ഗുരുവായൂരിൽ തൊഴാം എന്ന് കരുതിയാൽ കരുതുക തന്നെ വേണ്ടു. കാരണം എന്നും ഗുരുവായൂരിൽ തിരക്ക് തന്നെയാണ്. വൈശാഖ മാസം ആരംഭിച്ചതോടുകൂടി തിരക്ക് ഇരട്ടിയായി. കണ്ണനെ കാണാൻ എത്തിയവർക്ക് മുഴുവൻ ദർശനം സാധ്യമാക്കാൻ വേണ്ടി വഴിപാടിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ സദ്യ ആരംഭിച്ചു. മാമ്പഴപ്പുളിശ്ശേരി, എരിശ്ശേരി, പച്ചക്കടുമാങ്ങ, ഓലൻ, പപ്പടം, മോര് എന്നീ വിഭവങ്ങളോടെയാണ് സദ്യ നൽകിയത്. സദ്യ ഉച്ചതിരിഞ്ഞ് 3:30 വരെ നീണ്ടു. 6,000-ഓളം പേരാണ് സദ്യയിൽ പങ്കെടുത്തത്. വൈശാഖത്തിലെ തിരക്ക് കണക്കിലെടുത്ത നെയ്വിളക്ക് വഴിപാടിന് നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ മുതൽ വൈശാഖ മാസം സമാപിക്കുന്ന ജൂൺ 6 വരെ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ദർശനം കാലത്ത് 5 മണി മുതൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതോടെ വരി നിൽക്കുന്ന ഭക്തർക്ക് ദർശനത്തിന് കൂടുതൽ സൗകര്യമാകും. പൊതു അവധി ദിവസങ്ങളിൽ പുലർച്ചെ 4 മുതൽ 6 മണി വരെ പതിവ് പോലെ നെയ്വിളക്ക് ദർശനം ഉണ്ടാകും. വൈകുന്നേരം നട തുറന്നാൽ പതിവ് പോലെ നെയ്വിളക്ക് ദർശനം നടത്താനാകും. ഇന്ന് 14,58,600 രൂപയുടെ നെയ്വിളക്ക് ഭക്തർ ഷീട്ടാക്കി. 350 കുട്ടികൾക്ക് ചോറും നൽകി. 20 വിവാഹങ്ങളും നടന്നു. വൈശാഖത്തിലെ ആദ്യ ദിനത്തിൽ വഴിപാടിനത്തിൽ 66,88,045 രൂപയാണ് ദേവസ്വത്തിന് ലഭിച്ചത്. ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാൻ ഭക്തർ ഒഴുകിയെത്തുകയാണ്. വൈശാഖ മാസത്തിൽ കണ്ണനെ തൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം. മണിക്കൂറുകളോളം വരി നിൽക്കുന്നവർക്ക് ദർശനം സുഗമമാക്കാനായി ദർശനത്തിന്റെ സമയവും കൂട്ടിയിട്ടുണ്ട്. വേനൽ കലശലായപ്പോൾ ഒരു മഴ പെയ്തെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവർ വിരളമാണ്. ചൂടുകൊണ്ട് ചുട്ടുപൊള്ളുന്നതായിരുന്നല്ലോ അവസ്ഥ. പക്ഷേ മഴ വരുമ്പോൾ ആശങ്കപ്പെടുന്ന കൂട്ടരുമുണ്ട്. കർഷകർക്ക് മഴ അനിവാര്യമാണെങ്കിലും മഴ പെയ്താലുണ്ടാകുന്ന ദുരിതങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്താണ് കർഷകരുടെ ആശങ്കയ്ക്ക് കാരണമെന്ന് നോക്കാം. പുന്നയൂർകുളം ഉപ്പുങ്ങൽ പാലത്തിനടിയിലെ മൺകൂമ്പാരം നീക്കാത്തതിലാണ് കർഷകർക്ക് ആശങ്ക. മൺകൂമ്പാരം മാറ്റിയില്ലെങ്കിൽ നൂറടിത്തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടുകയും കർഷകർക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. പാടശേഖരങ്ങളിൽ വെള്ളം വറ്റിയതോടുകൂടി KLDCയുടെ അനുവാദത്തോടെ പടവ് കർഷകരാണ് നൂറടിത്തോട്ടിൽ നിന്നും ചാലുകീറി പമ്പിംഗ് പോയിന്റിലേക്ക് വെള്ളം എത്തിച്ചത്. ഇവിടങ്ങളിൽ ചാലുകീറിയ മണ്ണും ചെളിയുമാണ് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നത്. കൊയ്ത്തു കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ മണ്ണ് നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ല. KLDCയുടെ നേതൃത്വത്തിൽ മഴക്കാലത്തിനു മുമ്പ് നൂറടിത്തോട് ആഴം കൂട്ടുന്ന പ്രവൃത്തികൾ നടത്താറുണ്ടെങ്കിലും വർഷങ്ങളായി ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ പ്രവൃത്തികൾ നടത്താറില്ലെന്ന് കർഷകർ പറയുന്നു. കാലവർഷം ശക്തമായ വെള്ളമൊഴുക്ക് തടസ്സപ്പെടും. പലവട്ടം അധികാരികളുമായിട്ട് ചർച്ച ചെയ്തെങ്കിലും ഇപ്പോൾ മാറ്റിത്തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് ഒന്നും നടപടികൾ കൈകൊണ്ടിട്ടില്ല. കമ്മിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കുറച്ചെങ്കിലും മണ്ണ് നീക്കം ചെയ്തത്. പഞ്ചായത്തും KLDCയും സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു സഹായം കിട്ടിയിട്ടില്ല. ഇക്കാരണത്താലാണ് കടുത്ത വരൾച്ച നേരിടുന്നത് എന്നാണ് ഇവരുടെ പരാതി. മഴയ്ക്ക് ശേഷം കടവിൽ വെള്ളം നിൽക്കുമ്പോൾ മാത്രമാണ് ആഴം കൂട്ടൽ നടത്തുന്നത്.
കടവിൽ വെള്ളം പൂർണ്ണമായും വറ്റിക്കിടക്കുന്ന സന്ദർഭങ്ങളിൽ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടുകയാണെങ്കിൽ കൂടുതൽ പ്രയോജനപ്പെടും എന്നാണ് കർഷകരുടെ അഭിപ്രായം. കെട്ടിക്കിടക്കുന്ന മണ്ണുകോരി നീരൊഴുക്ക് സുഗമമാക്കണമെന്നും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബണ്ട് ബലം കൂട്ടൽ പണികൾ ദ്രുതഗതിയിലാക്കി ആശങ്ക അകറ്റണമെന്നുമാണ് കർഷകരുടെ അഭിപ്രായം. അതേസമയം പടവിലെ ബണ്ട് നിർമ്മാണ പ്രവൃത്തിക്ക് മണ്ണടിക്കുന്നത് നിർത്തലാക്കാൻ ടൂറിസത്തിന്റെ പേരിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുവെന്നാരോപിച്ച് KLDCക്ക് പുന്നൂർകുളം പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതായും കർഷകർ ആരോപിച്ചു. മഴ ശക്തി പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം നല്ല ബോധമുള്ളവരാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള എല്ലാവരും. അതുകൊണ്ട് മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് വേഗത്തിൽ ചെയ്യേണ്ടത്. തിരിച്ചടി ഉണ്ടായതിനു ശേഷം ഇടപെട്ടിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. അതിനു മുമ്പ് പ്രശ്നപരിഹാരം കാണുകയാണ് വേണ്ടത്. വികസനങ്ങൾ നടക്കണമെങ്കിൽ പദ്ധതിക്കൊപ്പം തന്നെ പൊതുജനത്തിന്റെ സഹകരണം കൂടി ആവശ്യമാണ്. സഹകരണക്കേടുണ്ടായാൽ എല്ലാം സ്വപ്നം മാത്രമായി അവശേഷിക്കും. കൂട്ടായ പ്രവർത്തനത്തിലൂടെ അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമാവുകയാണ് ഇവിടെ. മണക്കട പാലം അപ്രോച്ച് റോഡിന് ജനകീയ യോഗത്തിലാണ് തീരുമാനമായത്. എളവള്ളി തോളൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മണക്കട പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടുനൽകാൻ നാട്ടുകാരുടെയും കർഷകരുടെയും യോഗത്തിൽ തീരുമാനമായി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത കർഷകരുടെയും ഭൂ ഉടമകളുടെയും ജനപ്രതിനിധികളുടെയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനമായത്. പാലത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 16 മീറ്റർ നീളമുള്ള 3 സ്പാനുകളിലായി 48 മീറ്റർ നീളവും ഇരുവശത്തും 1.30 മീറ്റർ വീതിയുള്ള നടപ്പാതകൾ ഉൾപ്പെടെ 11 മീറ്റർ വീതിയുമാണുള്ളത്. കൂടാതെ 1.30 മീറ്റർ ഉയരത്തിൽ RCC ഗർഡറും അതിനു മുകളിലായി RCC സ്ലാബും കൂടി പൂർത്തിയാകുമ്പോൾ ഭൂനിരപ്പിൽ നിന്നും പാലം 4 മീറ്റർ ഉയർന്നു നിൽക്കുന്നതിനാൽ 80 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലത്തിന്റെ ഇരുഭാഗത്തേക്കുള്ള പഞ്ചായത്ത് റോഡുകൾക്കും ആവശ്യമായ വീതി ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഇനി നടപടികൾ പുരോഗമിക്കുകയുള്ളൂവെന്ന് സൂചിപ്പിച്ച് പൊതുമരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് വിപുലമായ യോഗം വിളിച്ചു ചേർത്തത്. നാടിന്റെ വികസനത്തിനായി ആവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടുനൽകാൻ യോഗത്തിൽ ഭൂ ഉടമകൾ സമ്മതം നൽകി. മണക്കട പാലത്തിന്റെ പടിഞ്ഞാറ് അപ്രോച്ച് റോഡ് ഉല്ലാമ്പ് റോഡ് വാഗ കാക്കത്തുരുത്ത് കോളനി വഴി കാർത്തേനി ക്ഷേത്രം വരെയാണ് അലൈൻമെന്റ് ചെയ്തിട്ടുള്ളത്. പാലത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള റോഡ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം നടത്തും. കാര്യങ്ങൾക്ക് തീരുമാനമായ സ്ഥിതിക്ക് എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ നടത്തുക എന്നതാണ് അടുത്ത കടമ്പ. മെല്ലെപ്പോക്ക് നയമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ ഒരുപാട് പേർക്ക് ഈ റോഡ് ഉപകാരപ്രദമാകും. പ്രത്യേകിച്ച് കർഷകരുടെ ഏറെ നാളത്തെ ആവശ്യവുമാണ് യാഥാർത്ഥ്യമാകുന്നത്. പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്നാണ് ചൊല്ല്. അത് യാഥാർത്ഥ്യമാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നന്മയുള്ളവരുടെ ഇടപെടൽ വലിയ ആശ്വാസമാകാറുണ്ട്. നാടും വീടും വിട്ട് മരുഭൂമിയിലെ പ്രവാസ ജീവിതത്തിനൊടുവിൽ സംഭവിച്ച ദുരിതം. മൃതദേഹം പോലും വീട്ടുകാർക്ക് ഒരു നോക്ക് കാണാൻ കഴിയാതെയുള്ള അവസ്ഥ എന്താകും? ഒടുവിൽ വൈകിയാണെങ്കിലും നിശ്ചലമായ ശരീരം നാട്ടിലെത്തി. തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് ഷാർജ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് EK 412 മൃതദേഹം കൊണ്ടുവന്നത്. ആശുപത്രിയിൽ അടക്കേണ്ടിയിരുന്ന മുഴുവൻ തുകയും അധികൃതർ വേണ്ടെന്ന് വെച്ചതോടെയാണ് മൃതദേഹം വിട്ടു നൽകിയത്. പണമടയ്ക്കാൻ ബാക്കിയുള്ളതിനാലാണ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം വിട്ടു നൽകാതിരുന്നത്. ഞായറാഴ്ച വൈകിട്ട് മൃതദേഹം ആശുപത്രിയിൽ നിന്നും മുഹൈസിനയിലെ മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിലേക്ക് മാറ്റി. തുടർന്ന് എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കി. നടപടികൾക്ക് സാമൂഹിക പ്രവർത്തകരായ അഷ്റഫ് താമരശ്ശേരിയും റിയാസ് കൂത്തുപറമ്പും നേതൃത്വം നൽകി. നാട്ടിലെത്തിച്ച മൃതദേഹം പുന്നൂർകുളത്തെ തറവാട്ട് വീട്ടിൽ അല്പനേരം പൊതുദർശനത്തിന് വെച്ച് ഗുരുവായൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. ഏപ്രിൽ 5 പനി ബാധിച്ചതിനെ തുടർന്ന് സുഹൃത്തിനൊപ്പം ആശുപത്രിയിലെത്തിയ സുരേഷിന് ന്യൂമോണിയ സ്ഥിരീകരിക്കുകയായിരുന്നു. സംസാരിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. 14 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഏപ്രിൽ 22 സുരേഷ് കുമാർ ദുബായിലെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് സുരേഷ് കുമാർ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. 2 ആഴ്ച കഴിഞ്ഞാൽ നാട്ടിലെത്തുമെന്ന് മകളെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായി. മൃതദേഹം നാട്ടിലെത്താത്തത് വാർത്തയായതോടെ ദുബായിലെ ഒട്ടേറെ സാമൂഹിക പ്രവർത്തകർ വിഷയത്തിലിടപെട്ടു. സുരേഷ് കുമാർ അംഗമായിരുന്ന ദുബായ് കേരള ടാക്സി പിക്കപ്പ് ഡ്രൈവേഴ്സ് അസോസിയേഷനാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾക്കുള്ള ചെലവ് വഹിച്ചത്. ഭാരവാഹിയായ അൻവർ അലി പട്ടേപ്പാടം, അക്ബർ പാവറട്ടി, സാമൂഹിക പ്രവർത്തകനായ കിരൺ രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. സുപ്രിയയാണ് ഭാര്യ. കൃഷ്ണനന്ദന, ദേവനന്ദന, ദേവാനന്ദൻ എന്നിവർ മക്കളാണ്. മരണം അങ്ങനെയാണ്.
ഏത് നിമിഷവും വരാവുന്ന അതിഥി. നാട്ടിലെത്താനിരിക്കെ സംഭവിച്ച അപ്രതീക്ഷിത മരണത്തിൽ കുടുംബവും തീരാവേദനയിലാണ്. മൃതശരീരം നാട്ടിലെത്തിക്കാനാകുമോ എന്ന സംശയത്തിനൊടുവിലാണ് ഒരു കൂട്ടം കാരുണ്യം നിറഞ്ഞവരുടെ ഇടപെടലിലൂടെ നയാ പൈസ വാങ്ങാതെ ആശുപത്രി അധികൃതർ മൃതശരീരം വിട്ടുകൊടുത്തത്. വലിയ വിഷമവും വലിയ ആശ്വാസം. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൈപ്പ് പൊട്ടുന്നത് സ്ഥിരം സംഭവമാണ്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികളിൽ റോഡ് പൊളിച്ച് പിന്നീട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന വാർത്തകളും കുറവല്ല. ഇരു ഡിപ്പാർട്ട്മെന്റുകളും മത്സരിച്ച് ഒടുവിൽ റോഡ് തോടായി മാറി. ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതോ പൊതുജനങ്ങളും. പരാതിയുമായി എത്തിയാലോ രണ്ടു കൂട്ടരും കൈയൊഴുകുകയും ചെയ്യും. അങ്ങനെ ഒരു റോഡിന്റെ അവസ്ഥയിൽ വാർഡ് മെമ്പർ പ്രതിഷേധിക്കുകയാണ് ഇവിടെ. അകലാട് ബദർപ്പള്ളി കോവുമൽ കടവ് റോഡാണ് ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത്. പൂർവ്വസ്ഥിതിയിലാക്കാം എന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചത്. റോഡിന്റെ നടുവിലൂടെ JCB ഉപയോഗിച്ച് ചാലുകീറിയാണ് ഗ്രൗണ്ട് വാട്ടർ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ആഴ്ചകൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾ പൂർത്തീകരിച്ച് ചാല് മൂടിയെങ്കിലും റോഡിൽ കുന്നുകൂടി കിടക്കുന്ന മണ്ണും കരിങ്കല്ലും നീക്കം ചെയ്തിട്ടില്ല. ഇതുമൂലം നിരവധി കുടുംബങ്ങളാണ് യാത്രാക്ലേശം അനുഭവിക്കുന്നത്. ഈ കുടുംബങ്ങളിലെ വയോധികരും രോഗികളുമായവർ ആശുപത്രിയിലും മറ്റുമായി പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. കാൽനടയാത്ര പോലും ദുസ്സഹമാവുകയാണ്. വിഷയം ബന്ധപ്പെട്ടവരെ ധരിപ്പിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതിനെ തുടർന്നാണ് വാർഡ് മെമ്പർ C. അഷ്റഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയോട് വിവരം അറിയിച്ചത്. എന്നാൽ വാട്ടർ അതോറിറ്റിയെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട് എന്ന മറുപടി നൽകി ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്ന് പറയുന്നു. 2023-24 പദ്ധതിയിൽ 6 ലക്ഷം രൂപ കോവുമൽ കടവ് റോഡിന്റെ റീടാറിങ്ങിനായി ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് നവീകരണം നടത്തണമെന്ന നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് വാർഡ് മെമ്പർ C. അഷ്റഫ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ഇനിയും നവീകരണത്തിനായി അധികൃതർ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ബഹുജന സമരം സംഘടിപ്പിക്കുമെന്ന് വാർഡ് മെമ്പർ C. അഷ്റഫ് പറഞ്ഞു. നാളിതുവരായി ഒരു വർക്ക് കഴിഞ്ഞു. ഇതുവരായി തന്നെ ഈ റോഡിൽ ഇപ്പോൾ JCB മാന്തിയ മണ്ണ് നീക്കിയിട്ടില്ല. പലതവണ ബന്ധപ്പെട്ട അധികാരികളെ പഞ്ചായത്തിൽ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും അറിയിച്ചിട്ട് പോലും നാളിതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് വാട്ടർ അതോറിറ്റി എയുമായി സംസാരിച്ചിട്ടുണ്ട്. 2023-24 വർഷത്തെ പദ്ധതിയിൽ 6 ചില ലക്ഷം രൂപ ഇതിൽ റീടാറിങ്ങിന് വെച്ച് ആ വർക്ക് പോലും നടക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിന്റെ വർക്ക് നടന്നില്ലെങ്കിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. CCTV ന്യൂസ് പുന്നൂർകുളം. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. ഒരു പണി ആരംഭിച്ചാൽ അത് കൃത്യമായും വൃത്തിയായും മുഴുവനാക്കുമ്പോഴാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നത്. ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാക്കാനുള്ള നിർമ്മാണ പ്രവൃത്തികൾ പിന്നീട് ഉപദ്രവമായി മാറരുത്. പൊതുവെ അപകടങ്ങൾക്ക് കുറവില്ലാത്ത നമ്മുടെ നാട്ടിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാതിരുന്നാൽ എന്താകും അവസ്ഥ എന്ന് ചിന്തിക്കാനുള്ള ബോധമുള്ളവർ ഇത്തരം നടപടികൾ പിന്തുടരുന്നത് ലജ്ജാവഹമാണ്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.